കെ.എസ്.ആർ.ടി.സി ഡ്രൈവറെ ആക്രമിച്ച സ്വകാര്യ ബസ് ജീവനക്കാരെ മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു. മാവേലിക്കര ഡിപ്പോയിലെ ബസ് ജീവനക്കാരെയാണ് സ്വകാര്യ ബസ് ജീവനക്കാർ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത്. സ്വകാര്യ ബസ് ഡ്രൈവർ തിരുവല്ല കുറ്റപ്പുഴ കിഴക്കൻമുത്തൂർ പള്ളിക്കുളങ്ങര വീട്ടിൽ മിഥുൻ മോഹൻ, കണ്ടക്ടർ മാവേലിക്കര ചെറുകോൾ നാടാലയ്ക്കൽ വീട്ടിൽ ദേവപ്രസാദ് എന്നിവരാണ് അറസ്റ്റിലായത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മാന്നാർ മാവേലിക്കര സംസ്ഥാന പാതയിൽ കാരാഴ്മ ബസ് സ്റ്റോപ്പിന് സമീപത്തായിരുന്നു സംഭവം. കോട്ടയത്ത് നിന്നും കായംകുളത്തേക്ക് സർവീസ് നടത്തുകയായിരുന്ന മാവേലിക്കര ഡിപ്പോയുടെ കെ.എസ്.ആർ.ടി.സി ബസ് കാരാഴ്മ സ്റ്റോപ്പിൽ യാത്രക്കാരെ ഇറക്കാനായി നിർത്തിയപ്പോൾ അതേ ദിശയിൽ വന്ന തൃക്കുന്നപ്പുഴ ചങ്ങനാശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് ജോർജ് എന്ന സ്വകാര്യ ബസ് കെ.എസ്.ആർ.ടി.സി ബസിനെ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കുറുകെയിട്ട് തടയുകയായിരുന്നു. തുടർന്ന് സ്വകാര്യ ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറും കെ.എസ്.ആർ.ടി.സി ബസിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറി ജീവനക്കാരെ അസഭ്യം പറയുകയും ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദനം തടയാൻ ശ്രമിച്ച കണ്ടക്ടറുടെ കളക്ഷൻ ബാഗ് അക്രമികൾ തട്ടിത്തെറിപ്പിച്ചതായും പരാതിയുണ്ട്. യാത്രക്കാർ നോക്കി നിൽക്കുകയായിരുന്നു ഈ അതിക്രമം. മർദ്ദനമേറ്റ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും സംഭവത്തിൽ മാന്നാർ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ച് പരാതി നൽകുകയും ചെയ്തു. തുടർന്നാണ് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ജീവനക്കാരെ മർദ്ദിച്ചതിനും സ്വകാര്യ ബസ് ജീവനക്കാർക്കെതിരെ മാന്നാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ രജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുന്നതിനായി മോട്ടോർ വാഹന വകുപ്പ് അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ ഷഫീസിനെ ചുമതലപ്പെടുത്തിയെന്നും സ്വകാര്യ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും ലൈസൻസ് റദ്ദ് ചെയ്യുന്നതടക്കമുള്ള നടപടികളുമായി മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ടു പോകുമെന്നും മാവേലിക്കര ജോയിന്റ് ആർ.ടി.ഒ. ജി മനോജ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മാന്നാർ.